നമ്മളെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കോഴിക്കോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ നേരത്തെ കോഴിക്കോട്ടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മിനി കോഴിക്കോട്ടാന്ന് പറയാൻ വേണം. വളരെ ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വലിയ കോഴിക്കോട്ട താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നല്ല സോഫ്റ്റായിട്ടുള്ള പൊടി വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അതായത് നല്ല ഒട്ടും തരിയില്ലാത്ത നല്ല പൊടി എടുക്കണം. പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിരിക്കുന്ന പൊടിയില്ലേ, ആ പൊടി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കുഴയ്ക്കണം. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി. ആദ്യം നമുക്ക് സ്പൂണിട്ട് കുഴയ്ക്കാം. അത് ആ വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെ കുഴയ്ക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് കുഴയ്ക്കുക. കുഴച്ച് വെച്ചിട്ട് നമ്മളൊരു 2 മിനിറ്റ് നേരം വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൈ കൊണ്ട് കുഴയ്ക്കുക. അപ്പം നമ്മുടെ ആ ചൂടങ്ങ് കുഴയ്ക്കാം. നമ്മൾ കൈ പിടിക്കാൻ മാത്രമുള്ള ഒരു ചൂട് മാറി കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്ന സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ 2 മിനിറ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം കേട്ടോ. ആ ഫില്ലിങ് ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഇവിടെ ഡ്രൈ കോക്കനട്ട് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ ഇട്ടിരിക്കുന്നത് ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കരയുടെ 2 കഷ്ണം ശർക്കര ഇട്ടു. എന്നിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കും. നമ്മൾ സോസ് പാൻ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈ പാൻ വെച്ച് നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ സ്പൈസസ് ആയിട്ട് ഇടുന്നത് നമ്മുടെ കാടമവും ജീരകവുമാണ് കേട്ടോ. അതായത് ഏലക്കയും ജീരകവും പൊടിച്ചിടുവേ, എന്ന് ചതച്ചങ്ങിടും. എന്നിട്ട് അതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കോഴിക്കോട്ട ഉണ്ടാക്കി നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ച് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് ഒരാൾ വരുവാണെങ്കിൽ ഇച്ചിരി അരിപ്പൊടി ശർക്കര ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമല്ലേ. അപ്പം നമ്മൾ വീട്ടിലുണ്ടാകുന്ന പഴയ, നമ്മൾ നാട്ടിലാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ വെച്ചത്. ഇപ്പോഴല്ലേ നമ്മൾ ഈ വറപൊരി ഐറ്റംസൊക്കെ എപ്പോഴും കഴിക്കുന്നത്, പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും ഒക്കെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലെയുള്ള ഇത് കഴിച്ചെങ്കിൽ നമുക്കതായിരിക്കും എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതായത് ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ശർക്കരയും ഉണ്ട്. എന്നാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നില്ല. ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സ്നാക്കൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. ചെറുപ്പത്തിൽ 4 മണിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അമ്മച്ചി എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എപ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഉണ്ടാക്കുന്നതായിരുന്നു. മിക്കവാറും നമുക്ക് ഇതുപോലെ എപ്പോഴും ഒന്ന് ഫില്ലിങ് മുഴുവനും ശർക്കര ഇട്ടത് കാണത്തില്ലേ, ഒരെണ്ണം ശർക്കര ഇട്ടത് കിട്ടും, ബാക്കി ശർക്കര ഇല്ലാത്തതായിരിക്കും കിട്ടുന്നത്. അന്നേരം ഒരു ഷേപ്പ് മാറ്റി ഉണ്ടാക്കി വെക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ധാരാളമായിട്ടുള്ളത് കൊണ്ട് തേങ്ങ ധാരാളമായിട്ടിടും. അപ്പോൾ അതിന് വേറെ ഒരു രുചിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഉണ്ട ഉണ്ടാക്കാനേ നല്ല അറിയാമായിരുന്നു. ഞാൻ പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്നാ പറ്റുമെന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം ഞങ്ങൾ വില്ലേജ് പോസ്റ്റിംഗ് ഉണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ട്. പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് 2 പേര് വെച്ചാണ് ഞങ്ങൾക്ക് കുക്കിംഗ് ഇൻചാർജാണ് വരുന്നത്. അപ്പം നമുക്ക് എത്ര വയസ്സുണ്ട്? 18-19 വയസ്സല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് വലിയ കുക്കിംഗ് ഒന്നും അറിയത്തൊന്നുമില്ല. നമുക്ക് ഒരു ദിവസം നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ജെയിനിയുണ്ട്, ഞങ്ങൾ 2 പേരും കൂടെ ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കും കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്നൊന്നും അങ്ങനെ വലിയ പിടുത്തമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഇടിയപ്പം കുഴച്ചപ്പോൾ എന്നെ ചൂടുവെള്ളം അത്ര വെള്ളം ചൂടില്ല, അല്ല നല്ല ചൂടുവെള്ളത്തിൽ വേണമല്ലോ കുഴയ്ക്കാൻ. അതും അത്ര ചൂടുവെള്ളം അല്ലായിരുന്നു തോന്നുന്നു. എന്തോ എന്നാണെങ്കിലും നമ്മൾ പ്രസ്സിൻ്റെ അകത്തിട്ട് അപ്പം ഇതില്ലേ ഇടിയപ്പത്തിൻ്റെ പ്രസ്സിനകത്തിട്ടുമ്പോൾ ഒരിക്കലും ഇടിയപ്പമായിട്ട് വരുന്നില്ല, തുറന്ന് വരും കേട്ടോ. അപ്പം നമ്മൾ പിന്നെ എന്നാലും ഞാൻ പറഞ്ഞത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ സാധനം കൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കോഴിക്കോട്ട ഉണ്ടാക്കി. അതെനിക്ക് എപ്പോഴും ഞാൻ കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോൾ ഇത് ഓർക്കും കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോഴും നമ്മളിത് ഓർക്കും. അതിന് നമുക്ക് നമ്മുടെ വാർഡനുണ്ടല്ലോ, നമ്മുടെ നോക്കുന്ന മേറ്റിനോട് എന്ന് പറയണം. ഇത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു സിസ്റ്ററിനോട് എന്ന് പറയണം, ഇത് ഇന്നിപ്പം ഇടിയപ്പമാണ് റോസ്റ്ററിൽ, പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, ശരിയായിട്ടില്ലെന്ന് പറയും കേട്ടോ. അപ്പം ചെന്ന് പറയുമ്പോൾ ചോദിച്ചു ഇടിയപ്പം ഈസ് നോട്ട് കമ്മിങ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ടീച്ചറിനോട് പുള്ളിക്കാരോട് എന്ന് പറയുക, സിസ്റ്റർ ഇടിയപ്പം ഈസ് നോട്ട് കമ്മിങ്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു ദെൻ വാട്ട് ഈസ് കമ്മിങ്? അപ്പം ഞങ്ങൾ പറഞ്ഞു ഉണ്ട ഈസ് കമ്മിങ്. അതാണെന്തോ അതിൻ്റെ അകത്തെ ഇത് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ അകത്തെ തമാശ എന്ന് പറഞ്ഞാൽ ഉണ്ട ഈസ് കമ്മിങ്. ഞങ്ങളത് എപ്പോഴും അത് പറഞ്ഞ് നമ്മൾ ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കോഴിക്കോട്ട ഉണ്ട, അല്ലെങ്കിൽ ഉണ്ട എന്ന് പറയും നമ്മൾ.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ബൈ.